നാചലത്പദ. അത് ഭഗവാൻ ആ 7 ദിവസം പിണച്ചു വെച്ച കാലൊന്നും മാറ്റിയില്ല. ഒന്ന് മാറ്റുക, പുഞ്ചിരിച്ചും കൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ്, 7 ദിവസം ഒരു ക്യാമ്പ്. അവരൊക്കെ ഭഗവാന്റെ കൂടെ അങ്ങനെ നിൽക്കുകയാണ്. പുറമെ നല്ല മഴ. അവർ പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ഇന്ദ്രാ നിർത്തരുതേ. എന്താണ്? ഇന്ദ്രാ നിർത്തരുതേ. കാരണം എന്താ? കൃഷ്ണൻ എങ്ങനെ അടുത്ത് പുഴ കാണുന്നത്. ഇപ്പോൾ 4-5 ദിവസമായി നിർത്താണ്ടങ്ങനെ പെയ്ച്ചാൽ എപ്പോഴും കൂടെ ഇരിക്കുക, വർത്തമാനം പറയുക, തമാശ പറയുക. ഇങ്ങനെ കൃഷ്ണൻ്റെ കൂടെ കഴിയാലോ എന്ന് കരുതി അവർ ഇന്ദ്രനോട് നിർത്തരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ്റെ സ്റ്റോക്കൊക്കെ തീർന്നു കഴിഞ്ഞു. അപ്പോഴാണ് ഇന്ദ്രൻ്റെ തെറ്റ് മനസ്സിലാവുന്നത്. തനിക്ക് ഈ ശക്തി തന്നത് ഭഗവാനല്ലേ, ആ ഭഗവാന്റെ നേരെ താൻ പുറപ്പെട്ടു പോയല്ലോ. ആ ഒരു വിഷമം. മഴ ചോർന്ന സമയത്ത് വെയിലുദിച്ചപ്പം ഭഗവാൻ പറഞ്ഞു, അതെ എന്നാൽ പിന്നെ ഈ പർവ്വതം അവിടെ വയ്ക്കുകയാണ്, എടുക്കേണ്ടതൊക്കെ എടുത്തോളൂ. ടോർച്ച് ഉണ്ടാവും, കുട ഉണ്ടാവും, ബാഗ് മൊബൈലുണ്ടാവും. അവസാനം വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തൊക്കെയാ വെച്ചാൽ പുസ്തകമോ ബാഗോ എന്താണെന്ന് വെച്ചൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇവിടെ വെക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഇതൊക്കെ അവിടെ വെച്ചു. അപ്പോഴാണ് ഇന്ദ്രൻ തെറ്റ് മനസ്സിലാക്കി. ഇന്ദ്രൻ എന്ത് ചെയ്തു? ഭഗവാനെ തൊഴുത് നമസ്കരിക്കാനായിട്ട് പുറപ്പെട്ടു വരികയാണ്. ഗോലോകാദ ആവൃത കൃഷ്ണം സുരഭിഹി ശക്ര ഏവച വിവിക്ത ഉപസംഗമ്യ വ്രീഡിത കൃതഹേളന പസ്പർശപാദയോരേനം കിരീടയനാർക്കവർച്ചസ. ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഇനി അവിടെ വന്ന് എങ്ങനെയാണ് ഭഗവാനെ നോക്കുക? ഇങ്ങനെ താൻ അഹങ്കരിച്ച് പലതും ചെയ്തു പോയല്ലോ. ശുപാർശ പറയാനായിട്ട് പശുവിനെ കൂട്ടി. പശുക്കളെ വലിയ ഇഷ്ടമാണ് കൃഷ്ണന്. അപ്പോൾ ഗോലോകത്തുള്ള പശു സുരഭി പശു, ആ പശുവിനെ കൂടെ കൂട്ടി. അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ പറ്റി നല്ലതൊക്കെ പറഞ്ഞാൽ കൃഷ്ണൻ പിന്നെ ചീത്ത പറയൊന്നുമില്ലല്ലോ എന്ന് കരുതി ശുപാർശ പറയാൻ വിളിച്ചതാണ്. അതിനെയും കൂട്ടി ഇവിടെ എത്തി കേമായിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. കിരീടം അടിച്ച് ആ പശ്ചാത്താപ വിവശനായി തൻ്റെ കണ്ണുന്നുള്ള കണ്ണീര് ഭഗവാൻ അഭിഷേകം. വിശുദ്ധസത്വം തവധാമശാന്തം തപോമയം ദ്വസ്തരസ്തമസ്കം മായാമയോയം ഗുണസംപ്രവാഹോ ന വിദ്യതേതയഗ്രഹണാനുബന്ധ. ഭഗവാനെ കേമായിട്ട് ആ ഇന്ദ്രൻ സ്തുതിച്ചു. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവതാ ലോകനാഥേന സനാഥ വയമച്യുത. സുരഭി പശുവും കൃഷ്ണനെ സ്തുതിക്കുകയാണ്. ഇവിടുത്തെ സമയത്ത് സുരഭി കാലുമാറി. സുരഭി പറഞ്ഞു, ഇയാളൊന്നുമല്ല ഞങ്ങളുടെ ഇന്ദ്രൻ. ഞങ്ങൾക്കൊരാപത്ത് വന്നപ്പം, ഞങ്ങളുടെ വംശത്തിനൊരു ആപത്ത് വന്നപ്പം രക്ഷിക്കാൻ ആരാണ്ടായത്? ഗോക്കളുടെ ഇന്ദ്രനായിട്ട് ആരാണ്ടായത്? കൃഷ്ണ നീയല്ലേ. അതുകൊണ്ട് നീയാണ് ഗോക്കളുടെ ഇന്ദ്രൻ. ഗോവിന്ദ ഇതി ചാഭ്യധാത്. അതുകൊണ്ട് ഗോക്കളുടെ ഇന്ദ്രനായിട്ട്, രക്ഷകനായിട്ട് ഭഗവാനെ കണക്കാക്കി തൻ്റെ അകട്ടിലുള്ള പാല് കൊണ്ട് സുരഭി പശു ഗോവിന്ദ എന്ന് ജപിച്ച് അഭിഷേകം ചെയ്തു. ഇന്ദ്രനാവട്ടെ, ഇന്ദ്രഃ സുരഋഷിഭിസ്സാകം നോദിതോ ദേവമാതൃഭി അഭ്യഷിഞ്ച തദാശാർഹം ഗോവിന്ദ ഇതി ചാഭ്യധാത്. ജലൈരാകാശഗംഗായ ഐരാവതകരോദ്ധൃതൈ. അവിടുന്ന് പുറപ്പെട്ടു വരുമ്പം ഐരാവത്തിന് തുമ്പിക്കൈയിൽ ആകാശഗംഗയായിട്ടാണ് വന്നത്. ആ ആകാശഗംഗ കൊണ്ട് ഭഗവാന് ഗോവിന്ദ പട്ടാഭിഷേകം. കണ്ണീര് കൊണ്ട് ഭഗവാന്റെ പാദവും കഴുകി. എന്ത് ജപിച്ചു? ഗോവിന്ദ ഇതി ചാഭ്യധാത്. ആ ഗോവിന്ദ എന്ന് കേൾക്കുമ്പം ഈ അധ്യായം ഓർമ്മ വരേണ്ടത്. അപ്പോൾ അഹങ്കാരം ഇല്ലാണ്ടാവണം. അതിനാണ് ഓരോ അധ്യായം കഴിയുമ്പോഴും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്ദ്രൻ്റെ ഗർവ് ശമിപ്പിക്കുകയാണ്. ഇന്ദ്രന് തെറ്റ് മനസ്സിലായി. ഭഗവാനെ അഭിഷേകം ചെയ്തു ഗോവിന്ദ എന്ന് വിളിച്ചിട്ട്. പലർത്ഥമുണ്ട് ഈ പേരിന്. ഗോ എന്ന് പറഞ്ഞാൽ പശു എന്നർത്ഥമുണ്ട്, പശുക്കളെ സന്തോഷിപ്പിച്ചവൻ. ഗോ എന്ന് പറഞ്ഞാൽ ഗോകുലം, ഗോകുലത്തെ രക്ഷിച്ചവൻ. ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥമുണ്ട്, ഇന്ദ്രിയങ്ങൾക്കൊക്കെ അധ്യക്ഷനായിട്ടിരിക്കുന്നവൻ. കണ്ണിന് കാണാൻ സാധിക്കുന്നത്, ചെവിക്ക് കേൾക്കാൻ സാധിക്കുന്നത്, മൂക്കിന് വാസനിക്കാൻ സാധിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? അതിനൊക്കെ പിന്നിൽ ഈശ്വരൻ, ഈ ഭഗവാൻ, ഈ ഗോവിന്ദൻ ഉള്ളത് കൊണ്ടാണ്. ഇനി ഗോ എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് എന്നർത്ഥമുണ്ട്. ഗോഭിഹി ഉപനിഷത് വാക്യേഷു വിന്ദതേ ഇതി ഗോവിന്ദ ആണ്. ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ട് അറിയുന്ന തത്വം അതാണെന്ത്? അതാണ് ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ പരമാനന്ദം എന്നാണ്. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ഠപ്രാങ്കണരിങ്കണലോലമനായാസം പരമായാസം മായാകൽപ്പിത നാനാകാരം അനാകാരം ഭുവനാകാരം ക്ഷമാമാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ആശ്രയിക്കുന്നവർക്ക് പരമാനന്ദത്തെ കൊടുക്കുന്നവൻ ഗോവിന്ദൻ. ഗോവർദ്ധനോദ്ധാരണം എന്ന് പറഞ്ഞാൽ ഗോവിനെ വർദ്ധിപ്പിച്ച കഥ ആണ് ഗോവർദ്ധനം. ഗോ എന്ന് പറഞ്ഞാൽ ഉപനിഷത് ജ്ഞാനം എന്നർത്ഥം. ഉപനിഷത് ജ്ഞാനത്തെ വർദ്ധിപ്പിച്ചു. വെറും കർമ്മത്തിൽ മാത്രം ശ്രദ്ധയുള്ള ആ ഇടയന്മാരുടെ അടുത്ത് വന്ന് അവർക്ക് എന്തുകൂടി കൊടുത്തു? അറിവ് കൂടി കൊടുത്തു. അവരാവശ്യപ്പെട്ടില്ല, അറിവ് കൂടി കൊടുത്തു. അതാണ് ഭാഗവതവും കൂടി കൊടുത്തു. തത്വാർത്ഥങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഭഗവാൻ കൊടുത്തു കാരുണ്യം കൊണ്ട്. അതുകൊണ്ട് വെറും കർമ്മങ്ങൾ പോരാ. കർമ്മങ്ങൾ അങ്ങനെ ചെയ്തു പോകുമ്പോൾ അത് എന്തിന് എന്തോന്ന് അന്വേഷിക്കാണ്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇങ്ങനെ കർമ്മം വിധിച്ചതുപോലെ എന്തിനാ?
തത്വങ്ങൾ അറിയാനാണ്, ഭഗവാനെ പറ്റി മനസ്സിലാക്കാനാണ്. പലപ്പോഴും എന്ത് പറ്റിച്ചാൽ വിഗ്രഹത്തെ പൂജിച്ച് വിഗ്രഹം എന്തെന്ന് അന്വേഷിക്കണില്ല. പലരും തീർത്ഥാടനത്തിന് പോയാലും അവിടെ എത്തിയാൽ ആ വിഗ്രഹം ആരാ, ദേവിയാണോ ദേവനാണോ ഒന്നും, അയ്യപ്പനോ സുബ്രഹ്മണ്യം എന്തോന്നാണ് എന്തായാലും എന്താണെന്ന് വെച്ചാൽ എന്നാണ്, അതിനെപ്പറ്റി അറിയാൻ പോലും ശ്രമിക്കുന്നില്ല. അതാണ് ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള ആ ആളുകളെ ഉയർത്തി എന്നാണ്. ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ ഉപനിഷത് ജ്ഞാനം ആണ്. അതിലൂടെ മാത്രമേ ഈശ്വരനിലെത്തുള്ളൂ. അത് കൊടുത്തു ഭഗവാൻ, അവരെ അനുഗ്രഹിച്ചു. അതാണ് ഗോവർദ്ധനോദ്ധാരണം. അതിൻ്റെ തത്വം അർത്ഥം അതാണ്. അഹങ്കാരം ഇല്ലാണ്ടേ മാത്രമേ തത്വം ബോധ്യമാവുള്ളൂ. ജ്ഞാനം പ്രകാശിക്കണമെങ്കിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ സാധിക്കില്ല. അതിനാണ് ഭക്തി ആണ് വിസ്തരിച്ച് ദശമസ്കന്ധം വർണ്ണിക്കണം. എന്തിനാ? ഭക്തി ഉണ്ടാവട്ടെ, ഹൃദയം ശുദ്ധമാവട്ടെ, പിന്നെ ഏകാദശം കേട്ടാൽ ഫലിക്കും. ഏകാദശം മാത്രം ആദ്യം കേട്ടാൽ ചിലപ്പം ഫലിച്ചോളുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഏകാദശം കേൾക്കാനാണ് ഇതുവരെയുള്ള കഥകൾ മുഴുവൻ. എന്തിനാത്? ഹൃദയശുദ്ധി വന്നാൽ പിന്നെ എളുപ്പം പ്രകാശിക്കും തത്വാർത്ഥങ്ങൾ. പിന്നെ ഒരു അധ്യായം വരുണജയം, രുചിയെയും ജയിക്കണം ആണ്. രുചിയോടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഈശ്വരനെ കിട്ടില്ല. രുചിയോടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഈശ്വരനെ കിട്ടില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. അതാണ് ഏകാദശ്യാം നിരാഹാര. ഏകാദശി നോറ്റ നന്ദഗോപരുടെ കഥ വർണ്ണിക്കുകയാണ്. രുചിയോട് താല്പര്യമുള്ളവർക്ക് കാമവാസന വർദ്ധിക്കുന്നതാണ്. ആ പ്രശ്നം. അവർക്കെന്ത് ചെയ്യും? കൂടുതൽ കൂടുതൽ കാണണം, കേൾക്കണം, കഴിക്കണം, ഈ വിചാരം തന്നെ ഉണ്ടാവുക. ആ വിചാരം അധികം ഉണ്ടെങ്കിൽ ആരെ കിട്ടില്ല? ഭഗവാനെ കിട്ടില്ല. രുചിയുടെ പിന്നാലെ ഓടിയാൽ എന്തൊക്കെ പൊടികൾ നമ്മൾ ഇടണുണ്ട് രുചി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അപ്പോഴൊക്കെ ഈശ്വരൻ അകന്നകന്ന് പോവും. അതുകൊണ്ട് ഓരോരോ കഥകൾ കാണിക്കുന്നത് അങ്ങനെയാണ്, ലോകപാലന്മാരെ ജയിക്കുക. ഇപ്പം രുചിയോടുള്ള താല്പര്യം ഒഴിവാവണം. ഇനി ഏകാദശത്തിൽ പറയും രണ്ട് കാര്യമാണ് വലിയ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ. ഇര എണ എന്നാണ് രണ്ടും പ്രയാസ. ജിഹ്വോപസ്ഥ ജയോധൃതി, അത് രണ്ടും ഒഴിവാക്കിയാൽ മാത്രമേ ആരെ കിട്ടുള്ളൂ? ഈശ്വരനെ കിട്ടുള്ളൂ. മെല്ലെ 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 ഒഴിവാക്കണം. അതാണ് പല ആശ്രമങ്ങളിലും ഭക്ഷണം ഉപ്പില്ലാത്ത കഞ്ഞിയൊക്കെ കൊടുക്കുന്ന ആശ്രമങ്ങളുണ്ട്. എന്താണ്? കഞ്ഞിയിൽ ഉപ്പ് പോലും ഇല്ല. കാരണം ഉപ്പിട്ടാൽ രുചി ഉണ്ടാവുമല്ലോ എന്നാണ്. രുചി നോക്കുകയാണെന്ന് വെച്ചാൽ അവിടെ വരണ്ടെന്നാണ് അവിടെ അഭിപ്രായം. പക്ഷെ ഇന്ന് മാറി. ഇന്നിപ്പോൾ നമ്മൾ ആശ്രമങ്ങളിലേക്ക് പോകുന്നത് തന്നെ മെനു നോക്കിയിട്ടാണ്. രാമകൃഷ്ണ മിഷനിൽ അത് ചപ്പാത്തിയും കടലയാണ്, മറ്റത് പനീർ ബട്ടർ മസാലയാണ്. അങ്ങോട്ട് അത്രയേ ഉള്ളൂ. എന്താ പറയണമെന്നല്ല, നമ്മളിങ്ങനെ നോക്കി രുചി നോക്കിയിട്ടാണ് ആധ്യാത്മിക വിഷയം പോലും. ശാപ്പാടെന്താ നോക്കിയിട്ടാണ്. വന്നാൽ ആദ്യം ചോദിക്കുക എന്താ രാവിലെ ചായക്ക്, അത് നോക്കിയിട്ട് അധ്യായം കേൾക്കാതിരിക്കുള്ളൂ. അല്ല, അങ്ങനെയുള്ളവരൊക്കെ ഇവിടുത്തെ കാര്യമല്ല കേട്ടോ. ഇവിടെ അങ്ങനെയൊന്നും എല്ലാവരും ഭാഗവതല്ലാണ്ട് ഒന്നും വേണ്ട. പക്ഷെ പരിധിക്കില്ല അങ്ങനെയാണ്. അത് ആദ്യം അറിയണം, എന്നാലിരുന്ന് കേൾക്കുള്ളൂ. അങ്ങനെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈശ്വരനെ കിട്ടില്ല. അതാണ് ഏകാദശിയാം നിരാഹാര. ഏകാദശിയൊക്കെ നോൽക്കണത് തന്നെ അതിനാ, രുചിയോടുള്ള താല്പര്യം കുറയ്ക്കാനാണ്. പക്ഷെ നമ്മൾ കഴിക്കാണ്ടിരിക്കുകയൊന്നുമില്ലല്ലോ. ഇവിടെ നന്ദഗോപുരം നിരാഹാര, കഴിക്കാണ്ടിരുന്നു. നമ്മളോ നാളെ ഏകാശിയ പറഞ്ഞു നല്ലോണം കഴിക്കും. നാളെ ഏകാശിയ കഴിക്കാൻ പറ്റില്ല, കുറേ കഴിച്ചു. 10 ആളുണ്ടത് കൊണ്ടുവന്ന് ഏകാശി കഴിഞ്ഞ് പിറ്റേ ദിവസം ഇന്നലെ ഏകാശിയായിരുന്നു, ഒന്നും കഴിച്ചില്ല, അവർ കുറേ കഴിക്കും. ഏകാശിയുടെ അന്ന് റവോത്സവം. രാവിലെ ഗോതമ്പം, ഉച്ചയ്ക്ക് പപ്പടം, വറുത്തപ്പേരി, കായ വറുത്തത്, ചക്കപ്രഥമൻ ഒക്കെ ഉണ്ട്. എന്നിട്ട് ഏകാശി നോറ്റെന്നും പറയും. നിരാഹാര, ആഹാരം കഴിക്കാണ്ടിരിക്കുക വേണ്ടത്. ഇനി കഴിക്കാണ്ടിരിക്കണം നിർബന്ധമില്ല കേട്ടോ. ഇനിയിപ്പോൾ കഴിക്കാണ്ടിരുന്നാൽ ഈശ്വര വിചാരം ഉണ്ടാവില്ലെങ്കിൽ കഴിക്കുക ഭേദം. വേണ്ടതെന്താ? ഉപവാസം. ഉപവാസം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്തിരിക്കുക ആണ്. ഉപസമീപേ വസതി, അടുത്തിരിക്കുക. ആരുടെ? ഉപമാവിൻ്റെ അല്ല, ഭഗവാന്റെ അടുത്തിരിക്കുക. അതാണ് ഉപവാസം. എന്നിട്ട് ഭഗവാനെ തന്നെ സ്മരിച്ച് ഭഗവാനെ തന്നെ വിചാരം ചെയ്തിരിക്കുക. ഏകാദശ പറഞ്ഞാൽ 11 അർത്ഥം. ഏകാദശി പറഞ്ഞാൽ ഈ 11 ഭഗവാനിലേക്ക് തിരിക്കുക. ഏത് 11? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് 5, വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥ 10, പിന്നെ 1 മനസ്സ്. ഇതങ്ങോട്ട് തിരിക്കണം, ഭഗവാനിലേക്ക് തിരിച്ച് മറ്റു വിചാരമില്ലാണ്ടിരിക്കേണ്ട ദിവസം. അതാണ് ഏകാദശി. അങ്ങനെയാണ് വേണ്ടത്. നന്ദഗോപുരം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് പറ്റിച്ചാൽ പിറ്റേന്നായില്ല. അപ്പോൾ നല്ല വിശപ്പ്. രാവിലെ ആവാൻ നിന്നില്ല. അദ്ദേഹം രാത്രി തന്നെ വേഗം പോയി കുളിച്ചാൽ ഭക്ഷണം കഴിക്കാലോ കരുതി പോയതാണ്. അദ്ദേഹത്തെ ആര് കൊണ്ടുപോയി? വരുണൻ്റെ യാമം കഴിഞ്ഞില്ല. വരുണഭൃത്യന്മാർക്ക് മനസ്സിലായതുമില്ല ആരാന്ന്. അവർ കൊണ്ടുപോയി. അവിടെ എത്തി വരുണെന്ത് കണ്ടപ്പോഴാണ് ഈശ്വര നന്ദഗോപുരം കൊണ്ടുവരികയാണ് ഇവർ. കൃഷ്ണൻ്റെ അച്ഛനാ. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക? തൊഴുത് നമസ്കരിച്ചു, നല്ല പട്ട കുടിപ്പിച്ചു. അദ്ദേഹത്തെ കേമായിട്ട് അവിടെ ഇരുത്തി വെഞ്ചാമരൊക്കെ വീശി കൊടുക്കുക. കാരണം ഇപ്പം അന്വേഷിച്ചാൽ വരും, കൃഷ്ണൻ വരും. അപ്പോഴേക്ക് ആരെത്തി? കൃഷ്ണൻ അന്വേഷിച്ചെത്തി. അറിയാണ്ട് പറ്റിയതാണ്, മനസ്സിലായിട്ടില്ല, എൻ്റെ ഭൃത്യന്മാർക്ക് വിവരമില്ലല്ലോ, അവർ പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു മതി, അധികമൊന്നും സംസാരിക്കേണ്ട, കാര്യമൊക്കെ എനിക്കറിയാം, ഞാൻ കൊണ്ടുപോവുക എന്ന് പറഞ്ഞ അച്ഛനെ കൊണ്ടുവന്നു. വരുണനെ ജയിച്ചു എന്ന് പറഞ്ഞാൽ രുചിയെ ജയിച്ചു. അപ്പോഴാണ് പിന്നെന്താ അനുഭവിക്കാൻ പറ്റുക? ഈശ്വര തത്വം ആണ്, ബ്രഹ്മാനന്ദം, അതാണ് രാസം. അതാണ് പിന്നെ വർണ്ണിക്കുന്നത്.